ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ശരീരം വെളുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂട്ടാത്തയോൺ പതിവായിട്ട് കഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒട്ടനവധി പരസ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ പല ഭാഗങ്ങളിലും കണ്ടു കാണും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ അടുത്ത ദിവസം എന്നെ അത്തരത്തിലുള്ള ഒരു കമ്പനി സമീപിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ തന്നെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് 10% വെച്ചിട്ട് കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഭീമമായിട്ടുള്ള ഒരു തുകയോ തരാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാനത് വിനീതപൂർവ്വമായിട്ട് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്ലൂട്ടാത്തയോണിനെ പറ്റിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലരും അതിൽ പെയ്ഡ് പ്രൊമോഷൻസ് ആയിട്ടുള്ള വീഡിയോസ് പോലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്ലൂട്ടാത്തയോൺ ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും, അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ അത് വാങ്ങാതിരുന്നത് എന്ന് ചോദിക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒപ്പം തന്നെ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോൺ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ നിറം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചുകളൊക്കെ മാറ്റുന്നതിനും മുഖ സൗന്ദര്യത്തിനായാലും ഓവറോൾ ഹെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനായാലും മുഖത്തെ ചുളിവുകളൊക്കെ മാറുന്നതിനുമൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത്, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി കഴിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ളത്. നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസം നടക്കുന്നത്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചുകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മരുന്നുകളും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ ഒരിക്കലും വാങ്ങി കഴിക്കരുത് എന്നുകൂടി പറയാണ്. പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗുണത്തേക്കാളേറെ ഒട്ടനവധി ആളുകൾക്കും ദൂരവ്യാപകമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് വാങ്ങിയിട്ട് ഒരു മാസം കഴിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒറ്റയടിക്ക് രോഗം ഉണ്ടാവുന്നതല്ല, പക്ഷേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലേക്ക് വീഴരുത്. ഇനി ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഒട്ടനവധി ക്രമീകരണങ്ങൾ വേണം. സാധാരണ ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ലെൻസ് ഇല്ലേ, അപ്പോൾ ലെൻസിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂട്ടാത്തയോണും അസ്കോർബിക് ആസിഡും ആണ് ഇതിൻ്റെ അകത്ത് ലെൻസ് ഫൈബേഴ്സിൻ്റെ ഒരു നോർമലായിട്ടുള്ള ടെക്സ്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എവിടെയൊക്കെ ഓക്സിഡേഷൻ, അതായത് ഡീജനറേഷൻ അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ടോ ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒട്ടനവധി സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്കിതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നു, അതായത് നമുക്ക് ടെൻഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ അവിടെ നമുക്ക് പതിവായിട്ട് കഴിക്കാൻ പറ്റുന്നത് നട്ട്സ് ആണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വാൾനട്ട്, ബദാം, പിസ്ത, കാഷ്യൂനട്ട് മുതലായിട്ടുള്ള, അതുപോലെ കപ്പലണ്ടി മുതലായിട്ടുള്ള നട്ട്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് പതിവായിട്ട് ചെറിയ അളവിൽ കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് നമ്മൾ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഏത് തരത്തിലും നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ തന്നെ കിവി, അവക്കാഡോ, പപ്പായ, ആപ്പിള് മുതലായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നത്, മാമ്പഴം കഴിക്കുന്നത്, ചക്ക കഴിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള മധുരമുള്ള നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒട്ടനവധി ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട്, പേരയ്ക്ക കഴിക്കുന്നത് കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസത്തിന് ഇത് വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം. ലീഫി വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ബ്രാക്കോളി, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ബ്രക്കോളി ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിക്കാൻ അത്ര ഒരു ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് പറയാനില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ചെറിയ അളവിൽ കോളിഫ്ലവർ കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ
ബീൻസ് കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ കഴിക്കുക, ധാന്യങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങളിലൂടെയും നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസം നമ്മുടെ ബോഡിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. നമ്മൾ നല്ല രീതിയിൽ, അതായത് 25 kgക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള നിലയിൽ, അതായത് ഏകദേശം 3 ലിറ്ററോളം വെള്ളം നമ്മൾ ഒരു ദിവസം പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഡീജനറേറ്റീവ് ചേഞ്ചസിനെ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള വ്യായാമം കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ പലരും വൈറ്റമിൻ സി നമ്മുടെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനും ഇത്തരത്തിൽ ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയിട്ട് ഇതിനുള്ള സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിക്കാറുണ്ട്. തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന നാരങ്ങ, മുസാമ്പി, ഓറഞ്ച്, അത്തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന സിട്രസ് ഫ്രൂട്ട്സുകൾ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ സി നല്ല രീതിയിൽ കിട്ടുന്നതിനും അതിലൂടെ തന്നെ നമുക്കുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് എല്ലാം കുറച്ചിട്ട് നമ്മുടെ സ്കിന്ന് വെളുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും മുഖക്കുരുക്കൾ വരാതിരിക്കാൻ, അതായത് അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബോഡിയിൽ ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഇത് വളരെയേറെ സഹായിക്കും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറയുന്നത്, അമിതമായിട്ട് ഈ സ്ക്രബ്ബറുകൾ വാങ്ങിയതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരുപാട് ഇങ്ങനെ ഇട്ട് ഉരച്ചൊരച്ച് കഴുകുന്ന ഒരു പ്രവണത ഒരുപാട് പേർക്കുണ്ട്. അത് വളരെ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ലോ ക്വാളിറ്റിയിലുള്ള നമ്മുടെ ഫേസ് വാഷുകൾ വാങ്ങിയിട്ട് പതിവായിട്ട് മുഖത്ത് അമിതമായിട്ട് അപ്ലൈ ചെയ്യുന്നതും ചിലതരം ക്രീമുകൾ നല്ല ടെസ്റ്റ് ഒന്നും ചെയ്യാത്ത, ക്വാളിറ്റി ടെസ്റ്റ് കൺട്രോൾ ചെയ്യാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും, ഒരാവശ്യവുമില്ലാതെ പുറത്തു പോകാത്ത സമയത്ത് പോലും വീട്ടിൻ്റെ ഉള്ളിൽ പോലും സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ SPF വാല്യൂ ഒരു 30-നും 50-നും ഇടയിലുള്ള ഒരു ഇത്തരത്തിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള സൺസ്ക്രീനിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങളിത് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുഖത്തേക്ക് അമിതമായിട്ട് കെമിക്കലുകൾ ചേർന്നിട്ടുള്ള ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം പെട്ടെന്ന് കറുത്തു പോകാനും കരിവാളിച്ചിരിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂട്ടാത്തയോൺ ഡയറക്റ്റ് കഴിക്കണം എന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് തികച്ചും നമ്മൾ അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സൾഫറും അതുപോലെ തന്നെ സെലീനിയവും നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ മെറ്റബോളിസത്തിനെ ഇതിനെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ മെത്തേഡ് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ സാഷെ പാക്കറ്റുകളായിട്ടും ഈ ഗുളികകളായിട്ടൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടി, ഇതിനെ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും അങ്ങനെയൊക്കെ പല രീതിയിൽ നാവിൻ്റെ അടിയിലേക്ക് സബ്ലിംഗലായിട്ട് വെച്ച് കഴിക്കുന്ന രീതിയിലും ഒക്കെ പറഞ്ഞിട്ട് ഒട്ടനവധി പരസ്യങ്ങൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. പക്ഷേ ഇവരാരും പറയാത്തൊരു കാര്യമാണ് നാച്ചുറൽ വേയിൽ എങ്ങനെയാണ് ഗ്ലൂട്ടാത്തയോൺ ശരീരത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൾഫറും അതുപോലെ തന്നെ നമുക്ക് സെലീനിയം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് കിവി, അവക്കാഡോ മുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, പപ്പായ കഴിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് ഈ പറയുന്ന സിങ്കും സെലീനയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസ് കിട്ടുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ നമ്മൾ അമിതമായിട്ട് ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ദൂരവ്യാപകമായിട്ട് ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇതൊരിക്കലും അമിതമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ അത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കൂ. അല്ലാതെ ശരീരം വിളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കില്ല എന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ പതിവായിട്ട് കഴിക്കുന്നവർ കാണുന്നൊരു പ്രശ്നം, അവർക്ക് സ്ഥിരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, ഗ്യാസ് കയറുന്നത് പോലെയുള്ള പ്രശ്നം, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് സപ്ലിമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നാച്ചുറലി ഗ്ലൂട്ടാത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവിൻ്റെ അകത്ത് ഒരു കുറവ് കൊണ്ടുവരികയും പിന്നീട് നാച്ചുറലായിട്ട് ബോഡി ഗ്ലൂട്ടാത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതെയും ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ സപ്ലിമെൻറ്റുകൾ എപ്പോൾ നമ്മൾ നിർത്തി കഴിഞ്ഞാലും ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട്
ഈ പറയുന്ന ബ്ലാക്ക് കളറ് തിരിച്ചു വരും. പിന്നെ ഈ ബ്ലാക്കിലും വൈറ്റിലും ഒന്നും കാര്യമില്ല, മനസ്സെങ്ങനെ ഉണ്ടെന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാനുള്ള എന്താണ്, ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാൽ പിന്നീട് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം എന്തിനാണോ നിങ്ങൾ മരുന്ന് കഴിച്ചത് അത് കൂടുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്ന കോംപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം കേടാക്കാതെ നാച്ചുറലി ഗ്ലൂട്ടാത്തയോൺ സോഴ്സ് എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം ഒട്ടനവധി ആളുകൾക്ക് ഗുണപ്രദമാകും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.